സ്വന്തം മകനെ കാണാനില്ലെന്ന് കാട്ടി പോലീസിന് മാതാപിതാക്കൾ ഒരു പരാതി കൊടുക്കുന്നു. എന്നാൽ ആ പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അജ്ഞാത മൃതദേഹം എന്നുള്ള കൂട്ടത്തിൽ തങ്ങളുടെ മകനെയാണ് സംസ്കരിച്ചത് എന്ന് ആ കുടുംബം അറിയാതെ ഇരിക്കുന്നു. കുറച്ചധികം നാളുകൾക്കിപ്പുറം കുടുംബം നടത്തിയ ആക്റ്റീവായിട്ടുള്ള ഇടപെടൽ തങ്ങളുടെ മകൻ ഇതിനു മുൻപേ തന്നെ മരണപ്പെട്ടു പോയുവെന്നും അജ്ഞാത മൃതദേഹം എന്നുള്ള കൂട്ടത്തിലാണ് തങ്ങളുടെ മകനെ സംസ്കരിച്ചതെന്നും ആ കുടുംബം വേദനയോടെ മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ ശാരികയെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും തങ്ങളുടെ മകനെ 16 വയസ്സുള്ള കാണാതായ തങ്ങളുടെ മകനെ സംസ്കരിക്കുന്നതിന് മുൻപ് നടത്താനുള്ള അന്ത്യകർമ്മങ്ങൾ നടത്താൻ പോലും ആ മാതാപിതാക്കൾക്ക് ഒരു ഭാഗ്യം ലഭിച്ചില്ല എന്നുള്ള കാര്യമാണ്. ഭാഗ്യം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ആ ഒരു അവസരം പോലും അവർക്കുണ്ടായില്ല. എന്തായാലും പോലീസിനുണ്ടായ അനാസ്ഥ എന്നുള്ള കാര്യമാണ് കുടുംബം പ്രത്യക്ഷത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം ആ പയ്യൻ വീട്ടിൽ നിന്ന് പോകുന്നത് എന്തോ മാർച്ച് 3-നോ 4-നോ എങ്ങാണ്ടാണ്. 5-ാം തീയതി 6-ാം തീയതി ആ പയ്യൻ ട്രെയിൻ തട്ടി മരിക്കുന്നു. തിരുവനന്തപുരം മാർച്ച് 3-ന് കാണാതാകുന്നു, മാർച്ച് 5-ന് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. കൂട്ടുകാരോടൊപ്പമാണ് പോയെന്ന് പറയുന്നു. എന്നിരുന്നാലും 1 മാസത്തോളം മൃതദേഹം അവിടെ ഹോസ്പിറ്റലിൽ വെക്കുന്നു. പക്ഷേ ഇവർ ഈ പറയപ്പെടുന്ന പോലീസ് ഒരിക്കലും തീർച്ചയായിട്ടും എൻ്റെ വേറെ ബോർഡ്സ് തപ്പിപ്പിടിച്ച്, കാരണം അവർ മിസ്സിംഗ് കേസുകൾ എന്തായാലും അവർ 15-ാം തീയതിയോടെ പരാതി കൊടുത്തെന്നാണ് പറയപ്പെടുന്നത്. 14-ഓ 15-ഓ എന്തായാലും അതിനുശേഷം 1 മാസം വെച്ചെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഏപ്രിലോടുകൂടി ആയിരിക്കും അവർ സംസ്കരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സിനിമയിലൊക്കെ കണ്ട പരിചയമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഈ കാണാതായ കേസുകൾ അന്വേഷിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് അജ്ഞാത മൃതദേഹങ്ങളിലേക്കാണ് എന്നൊരു നോർമൽ ഒരു താത്വിക അവലോകനം ഉണ്ടല്ലോ. അതുപോലും ഈ പോലീസുകാർ ചെയ്തില്ല എന്നുള്ളതാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. പോലീസുകാർക്കൊക്കെ എന്താ പറ്റുന്നത്? പലതരം കേസുകൾ, വാദികളെ പ്രതിയാക്കുക, പ്രതികളെ വെറുതെ വിടുക, ഇതുപോലെ കാണാതായവരെ അവർ സ്വയം തിരിച്ചു വന്നാൽ പോലും പോലീസിന് കണ്ടെത്താൻ കഴിയാതെ വരിക. നമ്മൾ കേരള പോലീസിനെ പൊക്കി പറഞ്ഞ് ഇപ്പോൾ കേരള പോലീസ് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പല കാര്യങ്ങളിലും അനാസ്ഥകൾ, മൊത്തത്തിൽ ജനറലൈസ് ചെയ്യുമല്ല, പക്ഷേ പല കേസുകളിലും പല പോലീസ് സ്റ്റേഷനുകളിലും അനാസ്ഥകളുടെ ഒരു കെട്ട് പരാതികളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഇവർക്കുണ്ടായ നഷ്ടം, അവർ സ്വാഭാവികമായിട്ടും പയ്യൻ എവിടേക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. പോയാൽ അവിടെ ചെന്നാൽ ഉടനെ വിളിക്കും. അതാണ് അവർക്ക് സംശയം തോന്നാൻ കാര്യം. സാധാരണ ഇതിലും പോയി കഴിഞ്ഞാൽ വിളിക്കും, ഫോണിൽ വിളിക്കും, വൈകുന്നേരം വിളിക്കും, ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയെന്ന് പറയാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ വിളിച്ചില്ല. എനിക്കൊന്ന് വിളിക്കും എന്നുള്ള രീതിയിൽ ഇരുന്നിട്ടുണ്ടാവണം, മേ ബി അവൻ അങ്ങനെ പോകുന്നത് കൊണ്ട്. പക്ഷേ ഇപ്പോൾ കൂട്ടുകാരിലേക്കാണ് ദുരൂഹത പോകുന്നത്. കാരണം കൂട്ടുകാർക്ക് ഇത് അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇവനെ സംസ്കരിച്ച കാര്യവും ഇവൻ ട്രെയിൻ തട്ടി മരിച്ച കാര്യമൊക്കെ കൂട്ടുകാർക്ക് എന്തുകൊണ്ട് കൂട്ടുകാർ വീട്ടിൽ അറിയിച്ചില്ല? എന്തായാലും അറിയിക്കേണ്ടതായിരുന്നല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ദയാവാം. അവർക്ക് ആ മൃതദേഹം കിട്ടാനുള്ള ഒരു അവസരമാണ് ഇല്ലാതാക്കി കളഞ്ഞത്. അവൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇല്ലാതാക്കി കളഞ്ഞത്. വെറും 16 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ, മിടുക്കനായ ഒരു കുട്ടി. എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് തോന്നി. എങ്ങനെയാവും മരണപ്പെട്ടു? അവൻ എന്തായാലും ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചത് ഇല്ലെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. എന്തായാലും തുടരന്വേഷണത്തിന് ഉടനെ ഉണ്ടാവുമെന്ന് തോന്നുന്നല്ലേ? എന്താണ് പോലീസിന്റെ നിലപാട് വല്ലതും അറിഞ്ഞിരുന്നോ? എന്തായാലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ പോലീസിന്റെ വലിയൊരു അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം അവരുടെ എല്ലാ ഡീറ്റെയിൽസും, ഒരു മിസ്സിംഗ് കേസിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രൈമായിട്ട് ലീഡ് എന്നുള്ളത് അവരുടെ ഫോട്ടോ തന്നെയാണ്. ആ ഫോട്ടോയും എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നത്, എന്നാണ് കാണാതായത് തുടങ്ങിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരാതിയാണ് കുടുംബം വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. പക്ഷേ ഈ മൃതദേഹം കണ്ടെത്തുമ്പോൾ അതിൻ്റെ മുഖമടക്കം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു താനും. എന്നിട്ട് പോലും ഒരു ക്രോസ് മാച്ചിങ്ങിന് വേണ്ടി തയ്യാറായില്ല. അല്ലെങ്കിൽ പേട്ട ഭാഗത്താണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ 16 വയസ്സുകാരനെ കണ്ടെത്തിയത്. എന്നിട്ട് പോലും അവർ തമ്മിലുള്ള പ്രോപ്പറായിട്ട് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടന്നിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ 16-കാരൻ്റെ മൃതദേഹമെങ്കിലും അന്ത്യകർമ്മങ്ങൾക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അത് നടപടികൾ ചെയ്യാനോ ഉള്ള ഒരു സാഹചര്യമെങ്കിലും ആ വീട്ടുകാർക്ക് കിട്ടിയേനെ. പക്ഷേ ഒരു അജ്ഞാത മൃതദേഹം എന്നുള്ള ലേബലിൽ ആരും അറിയാതെ, അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാതെ ആരും അറിയാത്ത രീതിയിലേക്ക് ആ ശവം അടക്കുന്ന രീതിയിലേക്ക് പോലീസുകാർ എത്തി എന്നുള്ളതാണ്. അതെ, കാരണം ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മിസ്സിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ ഞാനൊരു ലോജിക്കാണോ എന്ന് എനിക്കറിയില്ല പറയുന്നത്. പെൺകുട്ടികളെയാണ് കാണാതായതെങ്കിൽ നമ്മളിവിടെ അത് സംസാരിക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇവന്റെ സ്ഥാനത്ത് 16 വയസ്സുള്ള പെൺകുട്ടിയാണ് കാണാതായെങ്കിൽ പോലീസ് ഇത്ര അനാസ്ഥ കാണിക്കും, സ്പീഡാണ്. അപ്പൊ ആൺകുട്ടികൾക്ക് ഇവിടെ നീതി കിട്ടണ്ടേ? ഇപ്പോൾ ഈ പല കേസുകളും നമ്മൾ ഇടകീറി പരിശോധിക്കുകയാണെങ്കിൽ പല മിസ്സിംഗ് കേസുകൾ, ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ ദിവസം +2-കാരനൊരുത്തനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അവൻ യൂണിഫോം ഇട്ടുകൊണ്ട് പോവുകയും യൂണിഫോം മാറി അവൻ വേറെ ഏതോ നാട്ടിലേക്ക് പോയി, സ്റ്റേറ്റ് വിട്ടെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു ഭാഷ്യം. പോലീസ് അന്വേഷിച്ച് പറയാൻ സാധിച്ചത് അവൻ സ്റ്റേറ്റ് വിട്ടെന്നാണ്. പക്ഷേ മറിച്ച് 2 പെൺകുട്ടികൾ ഇതിനു മുമ്പ് കഴിഞ്ഞ മാസങ്ങളിൽ 20 മാസങ്ങളിൽ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അവരെ മുംബൈയിൽ വെച്ച് പിടിക്കുന്നു, ഹരിപ്പാട് വെച്ച് അവരെ ട്രാക്ക് ചെയ്യുന്നു. പിന്നെ അവരുടെ പുറകെ GPS പോലെ ആൾക്കാർ ഓടുന്നു. പല പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു, വിഷ്വൽസ് കിട്ടുന്നു. അവർ ബ്യൂട്ടീഷ്യൻ നേരെ ഇങ്ങനെ അറിയിക്കുന്നു. അങ്ങനെ എന്തെല്ലാം കോലാഹലമാണ്. അപ്പോൾ ഈ ആൺകുട്ടികൾക്ക് എന്താണ്? അവർ മനുഷ്യരല്ലേ? അവരും ഈ പറയുന്ന പോലെ ഈ 16 വയസ്സുള്ള പെൺകുട്ടികളെ പോലെ തന്നെയാണ് ആൺകുട്ടികൾക്കും അവരുടേതായ സ്വത്വമുണ്ട്, അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. അവരും ഒരു ഇന്ത്യക്കാരനാണ്, കേരളീയനാണ്. അവർക്കും അവനും ഉണ്ട് അച്ഛനും അമ്മയൊക്കെ. അവൻ ഇറങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും നിയമപാലകർ എന്തിനാണ് അവിടെ ഒരു അനീതി സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ സ്ത്രീ സമത്വം പറഞ്ഞതിനകത്ത് 2 പോയിന്റുകളാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
പേരൻസ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഒരു എന്താണ് ഒരു കൂസലില്ലായ്മ അല്ലെങ്കിൽ വളരെ സില്ലിയായിട്ട് കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പയ്യനടക്കം ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ പ്രായം കടന്നു വന്നതാണ്, നമ്മൾ കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോകാറുണ്ട്, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ സ്റ്റേ ചെയ്തെന്ന് വരാം. പക്ഷേ എവിടെ പോയി, എൻ്റെ മകൻ എവിടെ പോയി, അല്ലെങ്കിൽ എന്തിനു പോയി, നീ എവിടെയാണ് എന്നൊക്കെ ഇടയ്ക്കെങ്കിലും വിളിച്ച് ചോദിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ടും പലതരം കേസുകളിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഞ്ചാവ് കേസ്, MDMA കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ പ്രതിസ്ഥാനത്ത് വരുന്നൊരു കാലം കൂടിയാണ്. അതുകൊണ്ട് മകനെ അല്ലെങ്കിൽ ഒരു മകൾ വെളിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മിനിറ്റിന് വിളിക്കുന്ന മാതാപിതാക്കളുള്ള നാട് കൂടിയാണ്. രാത്രിയായി കഴിഞ്ഞാൽ നീ ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല, വളരെ ആദിയാണ്, വളരെ പെടച്ചിലാണ്. പക്ഷെ അതേ ഈ പറഞ്ഞ കണക്കിന് അതേ പെടച്ചിൽ ഉണ്ടാകേണ്ട അവസ്ഥ ആണുങ്ങളുടെ കാര്യത്തിലും ആൺകുട്ടികളുടെ കാര്യത്തിലും മാതാപിതാക്കൾ കാണിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിക്കോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റൊക്കെ നമ്മൾ ചെല്ലുവാണെങ്കിൽ അവർ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. അവർ പറയുന്നത് 50% പെൺകുട്ടികൾ പീഡനം അനുഭവിക്കുന്നെങ്കിൽ അതേ അളവിൽ അല്ലെങ്കിൽ അതൊക്കെ മേളിലോ ആൺകുട്ടികൾ ലൈംഗികമായി പീഡനം അനുഭവിക്കുന്നു, സ്വന്തം വീടുകളിൽ ലൈംഗിക ചൂഷണം ചെയ്യപ്പെടുന്നു, സ്വന്തം വീടുകളിൽ മെന്റൽ ഹാരാസ്മെന്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് അവരുടെ മനോവേദന മനസ്സിലാക്കുന്നില്ല? അവർ ആരോട് പറയും? അവർക്ക് എന്ത് നിയമമാണ്, എന്ത് നീതിയാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് ചോദിക്കുന്നു. സത്യമല്ലേ? ആൺകുട്ടികളെ പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷയാണ് ഇവിടെ കൊടുക്കുന്നത്? വ്യത്യസ്തമായ വേറെ തലം കൂടിയുണ്ട്. അതായത് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ വാർത്താ പ്രാധാന്യത്തോടുകൂടി വളരെ സങ്കടത്തോട് കേട്ടിരിക്കുന്ന മലയാളികൾ, ഞാൻ ഒരു ആൺകുട്ടി 16 വയസ്സെന്ന് ഇരിക്കട്ടെ, ഒരു ആൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കളിയാക്കലാണ് ആദ്യം നേരിടേണ്ടി വരുന്നത്. കളിയാക്കലും ബുള്ളിങ്ങുകളും ഒക്കെയാണ്. തീർച്ചയായിട്ടും അവന്റെ മാനസികാവസ്ഥ ചിന്തിക്കാനായിട്ട് സമൂഹം തയ്യാറാവുന്നില്ല. ട്രോമയിലേക്കാണ് ജയ് പറഞ്ഞ പോലെ അനാഥവൻ വല്ലാത്ത മാനസികമായിട്ടുള്ള ട്രോമയിലേക്കാണ് ആൺകുട്ടികൾ പോകുന്നത്. അവർ മനസ്സിലാക്കുന്നില്ല. അവർ പിന്നീട് ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ സൈക്കോകളായി മാറുന്നതിന്റെ ഒരു കാര്യം പോലും ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടാണ്. ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ ഇന്ന് കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും 15 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ. അവർക്ക് പെൺകുട്ടികൾക്ക് ഇപ്പൊ പറയാം, ഇപ്പൊ പെൺകുട്ടികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, എന്നെ ഇങ്ങനെ സ്പർശിച്ചു, എന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊട്ടുന്ന് പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട് ആൺകുട്ടികളെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല? അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് സെയിം സെക്സിലുള്ളവർ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പോലും അവർക്ക് മനസ്സിലാകാത്തൊരു പ്രായമുണ്ട്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പറയുന്ന പോലെ വ്യത്യസ്തമായ ബോഡികൾ മാത്രമേ ഉള്ളൂ. അവരും മനുഷ്യരാണ്. അവരുടെ സ്വകാര്യ ഭാഗത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ പീഡനത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന മനോവേദനകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരനുഭവിക്കുന്ന ട്രോമയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസ് തീരെ ഇല്ലാതായി പോകുന്നുണ്ടോ ചെയ്യുന്ന എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ പറയുകയാണല്ലോ. അതിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്താ പ്രാധാന്യം വളരെ കുറഞ്ഞു പോകുന്നു. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു ആൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്രയും വാർത്താ മൈലേജ് കിട്ടില്ല എന്നുള്ള തോന്നലിന്റെ മുകളിലായിരിക്കാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പുകൾ സമാനമായിട്ടുള്ള കേസുകളിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതൊരു ദൗർഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമല്ല, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഒരു പെൺകുട്ടിയെ കാണാതായി കഴിഞ്ഞാൽ അതിൽ ഇടപെടൽ വളരെ സജീവമായിട്ട് നടന്ന മാധ്യമങ്ങൾ നമുക്കുണ്ട്. പല സമയങ്ങളിൽ പോലീസിന് അനാസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും മാധ്യമങ്ങളുടെ കവറേജ് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പൊതുസമൂഹത്തിന്റെ കൂടി ആവശ്യമായിട്ട് പോലീസിന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാകുന്ന പല കേസുകളും ഉണ്ടാകാറുണ്ട്. മാധ്യമങ്ങൾ പോലും പല കേസുകളിലും മിസ്സിംഗ് കേസുകളിൽ വളരെ നിർണായകമായിട്ടുള്ള വൈറ്റലായിട്ടുള്ള ലീഡുകൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന ഈ കാലത്ത് ആൺകുട്ടികളെ കാണാതാവുകയോ അല്ലെങ്കിൽ ആൺകുട്ടികളെ പറഞ്ഞ കണക്കന്നെ ആഴ്ചകളോളം എവിടെയാണ് എന്നറിയാതെ കാണാമറയത്ത് നിൽക്കുന്ന അവസ്ഥകളിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് വാർത്തകൾ വരികയോ അല്ലെങ്കിൽ ഒരു ലീഡുകളും പിന്നീട് നമ്മൾ കാണാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ മുകളിൽ സമാനമായിട്ടുള്ള സമ്മർദ്ദങ്ങളില്ല. അത് കണ്ടെത്തിയില്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും പോലീസിനെ ഫയർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇവിടെ പോലും മന്ത്രി GR അനിലിന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പിന്നീട് അതിന്റെ സത്യസന്ധമായ അവസ്ഥയിലേക്ക് കടന്നതെന്നും ഈ മരണപ്പെട്ടത് തങ്ങളുടെ മകനാണ് എന്ന് കുടുംബം തിരിച്ചറിഞ്ഞത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതെ, അത് മാത്രമല്ല അവൻ എങ്ങനെ മരണത്തിലേക്ക് എത്തപ്പെട്ടു അതൊന്നും കണ്ടെത്തിയിട്ടില്ല. അവൻ എങ്ങനെ ട്രെയിനിന്റെ അവിടെ പോകാൻ കാരണം അവൻ ഇനി ആത്മഹത്യ ചെയ്തതാണോ, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടതാണോ, അല്ലെങ്കിൽ അവനെ തള്ളിയിട്ട് കൊന്നതാണോ, അല്ലെങ്കിൽ അവന്റെ പേരിൽ അവൻ ഇനി എന്തെങ്കിലും വേറെ ഏതെങ്കിലും ലഹരിക്ക് അടിമകളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും റാക്കറ്റുമായിട്ട് അവനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ, അതുകൊണ്ടാണോ അവൻ മരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ട പോലീസുകാർ അതിന് ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വളരെ ദൗർഭാഗ്യകരം തന്നെയാണ്. നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ഉൾപ്പെട്ടതാണ്. ഇവരിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും നിയമപാലകർ ഈക്വൽ ആയിട്ട് തന്നെ അവർക്ക് നിയമം നടപ്പിലാക്കി കൊടുക്കേണ്ടതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ് പ്രദാനം ചെയ്യുന്നത്, അതാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും, ഇനി പെൺകുട്ടികളുടെ ചൂഷണം ചില ഒരുപക്ഷെ ഇനി ഒരു സൈഡിൽ കുറയും. കാരണം പെൺകുട്ടികൾ സ്വയം പ്രതികരിക്കാൻ തുടങ്ങി, പെൺകുട്ടികളുടെ പാരൻസ് പ്രതികരിക്കാൻ തുടങ്ങി, സമൂഹം പ്രതികരിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി കുറേ അസോസിയേഷൻസും കാര്യങ്ങളും മാധ്യമങ്ങളും എല്ലാം അവരുടെ പുറകെയാണ്. അപ്പോൾ ഇനി നരാധവന്മാർ ചെയ്യാൻ പോകുന്നത് എന്താണ്? പാവപ്പെട്ട ആൺകുട്ടികളെ ചൂഷണം ചെയ്യുക.
ആൺകുട്ടികളെ ചൂഷണം ഇപ്പോഴും ഓരോ വീടുകളിലും ഓരോ മിനിറ്റും പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്ന അത്ര അളവിലോ അല്ലെങ്കിൽ അതിലും ചെറുതായിട്ടോ വലുതായിട്ടോ ആൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പഠനങ്ങൾ നടത്തി തീർച്ചയായിട്ടും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അവരെ മനുഷ്യരായി പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കുട്ടികളായി പരിഗണിച്ചുകൊണ്ട് അവരുടെ ഏജ് ഗ്രൂപ്പിനെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ നിയമ നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും കുടുംബങ്ങളടക്കം പെൺകുട്ടികളോട് കാണിക്കുന്ന ശ്രദ്ധയും ഈ പറഞ്ഞ പോലെ കരുതലുകളും വാത്സല്യവുമൊക്കെ ആൺകുട്ടികൾക്കും അതേ അളവിൽ കൊടുക്കേണ്ട കാലം കൂടി കടന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളോട് മോളെ നിനക്ക് എന്ത് സംഭവിച്ചു, കാര്യം പറയൂ എന്നൊക്കെ വളരെ വിശദമായിട്ട് ചോദിച്ചറിയാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും ആൺകുട്ടികളുടെയും ആൺകുഞ്ഞുങ്ങളുടെയും ഒക്കെ മനസ്സിലെ വിഷമങ്ങളും ഡിപ്രഷനുകളൊക്കെ അറിയാതെ പോകുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. ആൺകുട്ടികൾക്ക് വിഷമമുണ്ടാകും, അവരും ലൈഫിൻ്റെ പല സ്റ്റേജുകളിലും പല പ്രതിസന്ധികളും തരണം ചെയ്തായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ അവർക്ക് ലഭിക്കേണ്ട ഒരു മെൻ്റൽ സപ്പോർട്ട് പല സമയങ്ങളിലും ദൗർഭാഗ്യവശാൽ നമ്മുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ചിന്തിക്കേണ്ടതാണ്. എന്തായാലും അഭിജിത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകളും നിലനിൽക്കുകയാണ്. അഭിജിത്ത് എങ്ങനെ റെയിൽവേ ട്രാക്കിലേക്ക് എത്തി, അഭിജിത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഇക്കാര്യം അറിയാമെന്നുള്ള കാര്യം പോലീസിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്തുകൊണ്ട് പക്ഷേ ആ കാര്യം പോലീസുകാരോടോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോട് പോലും ഈ കൂട്ടുകാർ പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ തുടരന്വേഷണം നടക്കുകയാണ്. എന്തായാലും ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം തങ്ങളുടെ കുഞ്ഞിനെ കാണാതായി മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും വൈകിയാണ് മാതാപിതാക്കൾ അറിയുന്നത്. പക്ഷേ അത് പോലീസിൻ്റെ ഒരു അനാസ്ഥ അല്ലെങ്കിൽ പോലീസിൻ്റെ ഇടപെടൽ വളരെ കൃത്യമായി ഉണ്ടാവുകയായിരുന്നെങ്കിൽ തൻ്റെ അന്ത്യകർമ്മങ്ങളെങ്കിലും ചെയ്യാൻ, തൻ്റെ മകൻ്റെ അന്ത്യകർമ്മങ്ങളെങ്കിലും ചെയ്യാൻ ആ മാതാപിതാക്കൾക്ക് അവസരം കിട്ടിയേനെ. പക്ഷേ അതുപോലും ലഭിക്കാത്ത നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആ മാതാപിതാക്കൾ എത്തിയെന്നുള്ള കാര്യമാണ്. എന്തായാലും സമാനമായിട്ടുള്ള കേസുകൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. ഉണ്ടായാൽ തന്നെയും കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ പോലീസ് നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും അത് ഒരു പാഠമാക്കി ഉൾക്കൊള്ളട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്.